സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോസസ് ലോയും ഗോസസ് ലോയുടെ പ്രൂഫിനെയും പറ്റിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യണത് എന്താണെന്ന് നോക്കാം. ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഔട്ട് ഓഫ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഗോസസ് ലോന്റെ പ്രൂഫിലോട്ട് പോവാം. സോ ഗോസസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫോർമുലയാണ് ആവശ്യം. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല, അതായത് 1/4πε0 Q/r². രണ്ടാമത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഫോർമുല, അതായത് φ = E.S. സപ്പോസ് നമ്മൾ ഈ ഒരു സർഫസിലെ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ സമയം നമ്മളൊരു ചെറിയ ഏരിയയാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ dφ എന്ന് എഴുതും. dφ = E. ഇപ്പം ഈ ഒരു ഏരിയയിലെ ഇതെന്ന് പറയുന്നത് ഡി എസ് ആണെന്ന് വെച്ചോ. അപ്പം ഇ ഡോട്ട് ഡി എസ് എന്ന്. അടുത്ത് പറയാൻ പോകുന്നത് dφ = ഈ ഡോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോസ് തീറ്റ കൊണ്ട് ഇൻറ്റു ചെയ്യും. EdS × കോസ് തീറ്റ. ഈ കോസ് തീറ്റ എങ്ങനെ വന്നതാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സർഫസ് വരയ്ക്കുകയാണ്. ഇങ്ങനെ സർഫസ് വേണ്ട, നമുക്കൊരു സ്ക്വയർ സർഫസ് എടുക്കാം. അപ്പം ഇതാണ് ഒരു സ്ക്വയർ സർഫസ് എന്ന് വെച്ചാൽ ചരിഞ്ഞിരിക്കുന്ന സ്ക്വയർ സർഫസ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ സർഫസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സപ്പോസ് ഇതുവഴി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവുകയാണ്, ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് പോവുകയാണ്. അപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ നോർമലും ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. അതാണ് ഈ കോസ് തീറ്റ. സോ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഫോർമുല എന്താണ്? dφ = EdS cos θ. കോസ് തീറ്റ എങ്ങനെയാണ് വന്നത്? ഈ സർഫസിന്റെ നോർമലും ഇതും തമ്മിൽ. സപ്പോസ് ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം EdS cos 90 എന്ന് എഴുതും. സപ്പോസ് ഇപ്പം ഈ നോർമൽ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഇത് പോകണമെങ്കിൽ നമ്മൾ EdS cos 0 എന്ന് എഴുതും. സോ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫിഗർ വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു +Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ഈ ചാർജിന് ചുറ്റും നമ്മളൊരു സ്പിയർ കൺസിഡർ ചെയ്യണം. ഈ സ്പിയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. സോ അതിന് ചുറ്റും ഒരു സ്പിയർ കൺസിഡർ ചെയ്ത് ഈ +Q തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R. നമ്മൾ ഇതൊരു സ്പിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്ത്, അതായത് ഈ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ഏരിയയുടെ എന്തോന്നു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇതാണ് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. DS എന്ന് പറയുന്ന ഏരിയ എടുത്ത് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സപ്പോസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും അതേ ഡയറക്ഷനിൽ എന്ന് പറയുന്നത്, അതായത് DS-ന്റെ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? +Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, അതിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്ത് ആ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാർട്ട് എടുത്ത് DS എന്ന് പറയുന്ന ഒരു പാർട്ട് എടുത്ത് ആ പാർട്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പാർട്ടാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും അതേ ഡയറക്ഷനിലാണ്. ഇനി പ്രൂവിങ്ങിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു +Q അറ്റ് എവരി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. അതായത് ഈ +Q കാരണം ഈ എല്ലാ സർഫസിലും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? E = 1/4πε0 Q
ബൈ ആർ സ്ക്വയർ. ഇപ്പം ഇതിപ്പോൾ പ്ലസ് ക്യൂ ആയി എടുത്തിരിക്കണോണ്ട് പ്ലസ് ഇടും. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ആർ സ്ക്വയർ, ഈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നൗ കൺസിഡർ എ സ്മോൾ എലമെന്റ് ഓഫ് ഏരിയ ഡി എസ് വിത്ത് ഏരിയ വെക്ടർ ഡി എസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഏരിയ എലമെന്റ് ഈസ് ഗിവൺ ബൈ. അതായത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇതൊരു വലിയ സ്പിയർ അല്ലേ, ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഡി എസ് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഫോർമുല വെച്ച് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് ഇ ഡോട്ട് എസ് ആണ്. അപ്പം നമ്മൾ ചെറിയൊരു ഇത് കൺസിഡർ ചെയ്യാൻ ഡി ഫൈ എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എസ്. നേരത്തെ പറഞ്ഞ ഡോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡി ഫൈ എന്ന് പറയുന്നത് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതും. സോ നമുക്കിവിടെ കോസ് തീറ്റയുടെ ആംഗിൾ കണ്ടുപിടിക്കണം. കോസ് തീറ്റയുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും നോർമലിൻ്റെ ഇടയിലുള്ള ഡയറക്ഷൻ. അതായത് നോർമൽ ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആകും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇതേ ഡയറക്ഷനിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് അതിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് ഡി ഫൈ എന്ന് പറയുന്നത് എത്ര കിട്ടും, ഇ ഡോട്ട് ഇ ഡി എസ് എന്ന് കിട്ടും. ഇതിനെ നമ്മൾ 1 എന്ന് കൊടുത്തു, ഇതിനെ നമ്മൾ 2 എന്ന് കൊടുത്തു. ഇനി വേറെ ഒന്നുമില്ല, ഈ 2ൽ 1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുണ്ട് ഡി ഫൈ എന്ന് പറയുന്നത് ഇ ഡി എസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഡി ഫൈ ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് 1/4πε0 Q/r² ഡി എസ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡി ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ഏരിയയിലാണ്. അപ്പോൾ ടോട്ടൽ ഏരിയയിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, ഇൻ്റഗ്രേറ്റ് രണ്ട് സൈഡ്സിലും ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഡി ഫൈ ഇൻ്റഗ്രൽ 1/4πε0 Q/r² ds. നമ്മളിവിടെ സർഫസ് ഇൻ്റഗ്രൽ എടുക്കുന്നതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു നടുക്കൊരു ഉണ്ടായിട്ട് കൊടുക്കും, വേറെ ഒന്നും കുഴപ്പമില്ല. സോ ഇൻ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുമ്പോൾ ഫൈ ഈക്വൽ ടു 1/4πε0 Q/r² സർഫസ് ഇൻ്റഗ്രൽ ഡി എസ്. ഈ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ സ്പിയറിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്പിയറിൻ്റെ ഏരിയ മാച്ചിൽ 4πr². അപ്പം ഇതിനെ നമുക്ക് ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫൈ ഈക്വൽ ടു 1/4πε0 Q/r² ഇൻറ്റു 4πr². 4π ക്യാൻസൽ, r² ക്യാൻസൽ, അപ്പം ബാക്കി കിട്ടുന്നത് Q/ε0. നമുക്ക് ഫൈ എന്ന് പറയുന്നത് Q/ε0 എന്ന് കിട്ടി. ഇതാണ് ഗോസ്സ് ലോ. അതായത് ഫൈയെ നമുക്ക് വേണമെങ്കിൽ എന്തോന്നായിട്ട് എഴുതാം, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0. ഇതാണ് ഗോസ്സ് ലോയുടെ പ്രൂഫ്.